ഹായ് ഹലോ എവർക്കും ഡെന്നിസ് ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് രുചി തേടിയുള്ള യാത്രയിൽ ഞാൻ നിൽക്കുന്നത് ചങ്ങനാശ്ശേരിയിൽ നിന്ന് കറുകച്ചാല് പോകുന്ന വഴിക്കുള്ള ദൈവംപടി ജംഗ്ഷനിലുള്ള ദീവാലി ഹോട്ടലിലാണ്. അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത്. ആദ്യത്തെ അവിടെ കാഴ്ച തന്നെ നമ്മുടെ ഫ്രണ്ടിൽ കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ നല്ലൊരു പാർക്കിംഗ് സൗകര്യം അവിടെ ഉണ്ട്. നല്ല രീതിയിൽ തന്നെ ഒത്തിരി വണ്ടികൾക്ക് പാർക്ക് ചെയ്ത് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ട്. അടുത്ത് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കാണുന്ന വെളിയിൽ വെച്ച് തന്നെ ഗ്രില്ല് ചെയ്യുന്ന ഒരു രീതി, നല്ല രീതി ഫ്രഷായിട്ട് അവർ ഗ്രില്ല് ചെയ്യുന്ന രീതി. ഞാനും ഒന്ന് കൂടി ഗ്രില്ലൊക്കെ ചെയ്യുവാൻ വേണ്ടി ഒന്ന് കൂടി. ഗ്രിൽ ചിക്കൻ കഴിച്ചിട്ടുണ്ടെങ്കിലും അത്യാവശ്യം നമ്മൾ കുക്ക് ചെയ്ത് കഴിച്ചേക്കുന്നത് കുറവാണ്. പിന്നെ ഹോട്ടലിൻ്റെ ഉള്ളിലേക്ക് കയറി ആദ്യം തന്നെ കുറേ ആൾക്കാർക്ക് ഇരിക്കാനുള്ള കുറേ സൗകര്യങ്ങൾ അവിടെ ഉണ്ട്. പിന്നെ എ സി റൂമാണ്. അവർ റൂമൊക്കെ തുറന്നു തന്നു നല്ലൊരു നന്നായ രീതിയിൽ തന്നെ ടേബിളും ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു എ സി റൂം. ഒത്തിരി ചെയറുകൾ ഇടാൻ പറ്റുന്ന രീതിയിൽ തന്നെയുള്ള ഒരു റൂമായിരുന്നു. നല്ലതായിട്ട് ഫ്ലവർ വൈസൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുള്ള ടേബിളും സ്ട്രീറ്റ് ഗ്ലാസ്സുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നല്ലൊരു അന്തരീക്ഷം തന്നെയുണ്ട്. നല്ല നിലവിളക്കൊക്കെ കത്തിച്ച് വെച്ച് റിസപ്ഷനിലാണെങ്കിലും നല്ല രീതിയിലുള്ള അറേഞ്ച്മെൻ്റൊക്കെ ചെയ്തിട്ടുണ്ട്. വെളിയിൽ നോക്കിയാൽ നൈറ്റിലൊക്കെ പേര് കാണാൻ നല്ല ലൈറ്റിൻ്റെ ഭംഗികളൊക്കെ ആസ്വദിച്ച് നമുക്ക് വെളിയിലൊക്കെ ഇരിക്കാൻ പറ്റിയ ഒരു പുതിയ സെഗ്മെൻറ്റോടെ തുടങ്ങുന്നുണ്ട്. വെളിയിൽ ഉള്ള ഒരു ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇതൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞ രീതിയിലുള്ള ഫുഡുകളൊക്കെ വരാൻ തുടങ്ങി. ഗ്രിൽ ചെയ്ത ചിക്കനൊക്കെ എത്തി നന്നായി അലങ്കരിച്ച് മയണീസൊക്കെ സെറ്റ് ചെയ്ത് കൊണ്ടുവന്ന നല്ല രീതിയിലുള്ള ഗ്രിൽ ചിക്കൻ. ഇനി നമുക്ക് ഓരോ ഫുഡുകളായിട്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. നല്ല ചൂടാണ്, എല്ലാ ഫുഡുകളും നല്ല ചൂടാണ്. നമ്മുടെ ഈ വാഴയിലയൊക്കെ തുറക്കുമ്പോൾ തന്നെ നല്ല അടിപൊളി ഒരു മണം. നല്ല രീതിയിലുള്ള വാഴയിലയും കപ്പയും ബീഫും എല്ലാം കൂടെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നല്ലൊരു സ്മെല്ല് തന്നെ വരുന്നുണ്ട്. എല്ലാം മൺചട്ടിക്കകത്ത് തന്നെയാണ് അവർ സെറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. പാൽക്കപ്പ വന്നു, അതും നല്ല രീതിയിൽ തന്നെയുള്ള ഒരു പാൽക്കപ്പ. അത് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നുന്ന രീതിയിലാണ്. പിന്നെ പൊറോട്ട വന്നു. പിന്നെ വന്ന് നമ്മുടെ കിഴിപ്പൊറോട്ട ചട്ടിക്കകത്ത്, മൺചട്ടിക്കകത്ത് വാഴയിലൊക്കെ ഇട്ട് നല്ല ചൂടായിരുന്നു കേട്ടോ. നല്ല കൈയൊക്കെ പൊള്ളിപ്പോയി. അറ്റുകൂട്ട് ചൂടായിരുന്നു. നമ്മൾ ആവിയൊക്കെ പറക്കുന്ന രീതിയിലുള്ള ഒരു ഫുഡ് കൊണ്ടുവന്ന് വാഴയിലേക്ക് മാറ്റുമ്പോൾ തന്നെ ഒരു പ്രത്യേക മണം, നല്ല രീതിയിൽ തന്നെയുള്ളൊരു മണം. അതിൻ്റെ പുറത്തൊരു മുട്ടയൊക്കെ പൊട്ടിച്ച് ബുൾസൈ ചെയ്തേക്കുന്ന നല്ല രീതിയിലുള്ളൊരു ഫുഡ്. ഇവിടെ ശനിയും ഞായറും നല്ല ഓഫറുകളൊക്കെ ഉണ്ട്. അതായത് ഈ വരുന്ന ശനിയും ഞായറും നിങ്ങളെല്ലാവരും വന്ന് ഇവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതായത് ഫുൾ അൽഫാം മേടിക്കുമ്പോൾ ഒരു ക്വാർട്ടർ അൽഫാം ഫ്രീ ഉണ്ട്. അത് 600 രൂപയ്ക്കാണ് ഇവിടെ കൊടുക്കുന്നത്. ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും സൂപ്പും കൂടെ 180 രൂപ. കൊത്തു ബിരിയാണി വെറും 160 രൂപ. പാൽക്കപ്പ ഏത്തക്കായും ബീഫും കൂടെ ഉള്ള കറിയും കൂടെ 160 രൂപ. കൂന്തലും 2 പൊറോട്ടയും കൂടെ 140 രൂപ. ഫിഷ് മോളി 2 പൊറോട്ടയും കൂടെ 290 രൂപ. ഇതിൻ്റെ അകത്ത് ഫിഷായിട്ട് ഉപയോഗിച്ചേക്കുന്നത് നെയ്മീനാണ് ഉപയോഗിച്ചേക്കുന്നത്. ഈ ശനിയും ഞായറുമാണ് ഈ ഓഫർ കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പം നല്ല അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ തന്നെയായിരുന്നു. നല്ല ടേബിളിലൊക്കെ കൊണ്ടുവച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാനൊക്കെ തോന്നുന്ന അന്തരീക്ഷം. അപ്പോൾ എല്ലാവരും ഇവിടെ വന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഫാമിലിയായിട്ട് വന്നിരിക്കാൻ പറ്റിയ ഇടവും അത്യാവശ്യം നമുക്ക് സംസാരിക്കാനും കാര്യങ്ങളും എല്ലാം പറ്റുന്ന ഒരു രീതിയാണ് ഈ ഹോട്ടലിൻ്റെ പ്രത്യേകത തന്നെയാണത്. പിന്നെ എല്ലാ പ്രായക്കാർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഫുഡുകളാണ് ഇവിടെ അവർ വെക്കുന്നത്. അപ്പം കുഞ്ഞുങ്ങളെ കൊണ്ട് വരികയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള എല്ലാത്തരം ഫുഡുകളും ഇവിടെ ഉണ്ട്. ഇനി നമുക്ക് ഫുഡൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. നമുക്ക് ആദ്യം പാൽക്കപ്പ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇന്ന് ഫുഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഒരു സഹോദരനും കൂടെ ഉണ്ട്. നമുക്ക് ആദ്യം പാൽക്കപ്പയൊന്ന് സൂപ്പർ അല്ലേ. കപ്പ താളിച്ച ബീഫും
ഇത് നോക്കിയല്ലോ, നമുക്ക് ഈ ബീഫിൻ്റെ ഏതൊക്കെ ഇങ്ങനെ ഗ്രേവി ഇങ്ങനെ സൈഡിലോട്ടൊക്കെ ബീഫിൻ്റെ പീസൊക്കെ ഇങ്ങനെ തേച്ച് അത്യാവശ്യം ഇതങ്ങോട്ട് മിക്സ് ചെയ്ത് നമ്മുടെ സാധാരണ കപ്പ വേവിച്ച ബീഫ് കറിയുടെ ആ ടേസ്റ്റ് അല്ല, ഒരു വെറൈറ്റി, ഒരു വാഴയിലയുടെ എല്ലാം കൂടെ വന്നിട്ടൊരു പ്രത്യേക ഒരു ടേസ്റ്റ്. സൂപ്പർ. കറിവേപ്പിലയൊക്കെ വിട്ടിട്ടുണ്ട്. സൂപ്പർ. നമ്മുടെ വാഴയിലേക്കകത്ത് വാഴ നാരി കെട്ടി ഉണ്ടാക്കുന്ന ബിരിയാണി. അത്യാവശ്യം 2 മുട്ടയൊക്കെ അതിനകത്ത് ഇരിപ്പുണ്ട്. ഈ കോഴി മുട്ട ഇട്ട് തന്നെ ഞാൻ തോന്നുന്നു. അത്യാവശ്യം കുഴപ്പമില്ല. നമുക്ക് ഇച്ചിരി ഇതിൻ്റെ സൈഡായിട്ട് നമുക്ക് ഇച്ചിരി സലാഡൊക്കെ ഒന്ന് ഇട്ട് ഇച്ചിരി അച്ചാറൊക്കെ അങ്ങോട്ട് സൈഡിലോട്ട് ഇട്ട് സൈഡിൽ ഇരിക്കട്ടെ. അത്യാവശ്യം ബിരിയാണി ആകുമ്പോൾ ഒരു പപ്പടമൊക്കെ ഇരിക്കുന്ന ഒരു സ്റ്റൈലാണ്. രണ്ടാമത്തെ ഇരിക്കട്ടെ. ഇതിൻ്റെ അകത്ത് 2 പീസ് വരുന്നുണ്ട്. ഒരു ഫ്രൈഡ് പീസും വരുന്നുണ്ട്, ഒരു കറി പീസും വരുന്നുണ്ട്. അത്യാവശ്യം നല്ല വലുപ്പമുള്ള പീസുകളാണ് 2 പിന്നെ അത്യാവശ്യം മുട്ട, ഒരു മുട്ടയും വരുന്നുണ്ട്. ഒരു മുട്ട 2ആയിട്ട് മുറിച്ചിട്ട്, സാധാരണ ഒരു ബിരിയാണിക്കകത്ത് ഒരു മുട്ടയായിട്ട് ഫുള്ളോടായിട്ടൊക്കെ അത് മുറിച്ച് നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ഇത് ചെയ്തേക്കുന്നത്. നമുക്ക് ഈ ബിരിയാണിയും കൂടെ ഒന്ന് നോക്കാം. ഇച്ചിരി സലാഡൊക്കെ കൂട്ടി ഈ ബിരിയാണി ഒന്ന് കഴിച്ച് നോക്കാം. നമ്മൾ സലാഡൊക്കെ ഇളക്കിയ സാധനമാണ്. അതിൻ്റെ അകത്ത് ഇച്ചിരി മുട്ടയുടെ പീസൊക്കെ അങ്ങോട്ട് മിക്സ് ചെയ്ത് ഇച്ചിരി ചിക്കൻ ഫ്രൈ പിന്നെ കഴിക്കാം. ചിക്കൻ്റെ ഇച്ചിരി പീസൊക്കെ ഇട്ട് അങ്ങോട്ട് ഒരു വെറൈറ്റി ഉണ്ട്. കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ്. അത്യാവശ്യം നല്ലൊരു ബിരിയാണി തന്നെ അല്ലേ? നല്ല ബിരിയാണിയാണ് ഇതൊക്കെ. ഇത് സിംഗപ്പൂർ ഫ്രൈഡ് റൈസ്. നല്ല അത്യാവശ്യം കുഞ്ഞുങ്ങൾക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അത്യാവശ്യം ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെയാണ് ഇതിൻ്റെ അകത്ത് കൂടുതലായിട്ട്. നമ്മൾ കാഷ്യൂ ഉണ്ട്, കിസ്മിസ് ഉണ്ട്, അങ്ങനെ ഇനിയും പേരുകളൊക്കെ ഞാൻ ഒത്തിരി പഠിച്ച് വരണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി സമയം എടുക്കും. എന്നാലും ഒത്തിരി ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്. അതെല്ലാം കൂടെ ഉപയോഗിച്ചിട്ടുള്ള നല്ല രീതിയിലുള്ള, നല്ല ഒത്തിരി സ്പൈസി ഒന്നുമില്ല. നമുക്ക് അത്യാവശ്യം പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും, നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഫ്ലേവറും. സൂപ്പർ. പെരിപ്പിരി അൽഫാം ഏതായാലും അത്യാവശ്യം കിക്ക് കിട്ടുന്ന ഒരു സാധനം കൂടി ഇവിടെ വന്നിട്ടുണ്ട്. പെരിപ്പിരി അൽഫാം. അത്യാവശ്യം ഇതൊന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഇച്ചിരി നാരങ്ങയൊക്കെ ഇതിൻ്റെ അകത്തോട്ടൊന്ന് പിഴിഞ്ഞ്. സുബിനെ, ഇച്ചിരി നാരങ്ങ ഒന്ന് നാരങ്ങയുടെ ഫ്ലേവർ ഇഷ്ടമാണല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് നാരങ്ങയൊക്കെ ഇങ്ങോട്ട് പിഴിഞ്ഞ് അത്യാവശ്യം ചെറിയ രീതിയിൽ അങ്ങോട്ട് വെച്ചിട്ട് എടുക്ക്. ഇച്ചിരി മയോനൈസിൻ്റെ അകത്തൊക്കെ അങ്ങോട്ട് മുക്കി അതിനോട് നമ്മുടെ സലാഡും കൂടെ ഉണ്ട്. ക്യാരറ്റും കുക്കുമ്പറും എല്ലാം കൂടെ അരിഞ്ഞ് വെച്ചേക്കുന്നൊരു സലാഡുണ്ട്. സൂപ്പർ. അടുത്ത പാൽ പൊറോട്ടയും ചിക്കനും കൂടെ അത്യാവശ്യം എല്ലാം കഴിച്ച് നമുക്ക് നല്ല രീതിയിലായിട്ടുണ്ട്. എന്നാലും നമുക്ക് ആ പാൽ പൊറോട്ടയും ചിക്കനും ഡെക്കറേഷന് വേണ്ടി ഒരു ബുൾസയൊക്കെ അതിൻ്റെ മേളിലൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്കൊന്ന് കഴിച്ചു നോക്കിയാലോ? ആ തേങ്ങാപ്പാലിൻ്റെയും വെളിച്ചെണ്ണയുടെയും ഒക്കെ ഒരു നല്ലൊരു സ്മെല്ലും എല്ലാം കൂടെ വരുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്. കോക്കനട്ടൊക്കെ
നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ തേങ്ങ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ഫുഡും കൂടാണ് അത്, അല്ലേ? നമ്മുടെ ചിക്കൻ്റെ ഫ്ലേവറും തേങ്ങാപ്പാലിൻ്റെ ആ ഫ്ലേവറും എല്ലാം കൂടെ വരുന്നുണ്ട്. നല്ലൊരു ഫുഡ്. വീണ്ടും നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ എത്തുന്നതാണ്. എല്ലാവരും വന്ന് ട്രൈ ചെയ്യുക. എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് സൈനിങ് ഓഫ് ബൈ ഡെന്നിസ് ഈപ്പൻ.